ഹലോ മക്കളെ, നമ്മള് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് തന്നെ ചാപ്റ്റർ തുടങ്ങി എന്ത് കണ്ടിട്ടാ? ഒരു ഫ്രെഡറിക് സോറിയോ വരച്ചിട്ടുള്ള ഒരു ഇമേജ് കണ്ടിട്ടാണ് അല്ലെ. ആ ഇമേജിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മള് എന്ത് പറഞ്ഞു? കുറെ നെപ്പോളിയന്റെ കാര്യങ്ങളും നെപ്പോളിയോണിക് കോഡ് പറഞ്ഞു, ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞു. പിന്നെ നമ്മള് മിഡിൽ ക്ലാസ്സിനെ ഒക്കെ കണ്ടു. മിഡിൽ ക്ലാസ് ലിബറലിസം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ, കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. Okay, so a new conservatism after 1815. Okay, അപ്പം 1815 ശേഷം ഒരു പുതിയ ആൾക്കാർ വരാണ്, കൺസർവേറ്റീവ്സ് വരാണ്. ഓക്കെ, ആരാ വരുന്നത്? കൺസർവേറ്റീവ്സ്. അപ്പം ഇപ്പം ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ആരൊക്കെയാ ഉള്ളത് ഫ്രാൻസില്? നെപ്പോളിയൻ ഉണ്ടായിരുന്നു. 1815 ശേഷമാണ് കേട്ടോ. അപ്പം ഓൾറെഡി ഇപ്പം മിഡിൽ ക്ലാസ് നെപ്പോളിയൻ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? പിന്നെ നെപ്പോളിയനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. നെപ്പോളിയന്റെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാരണങ്ങളൊക്കെ കാരണം നെപ്പോളിയനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ലിബറലിസം നമ്മൾ പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പം 1815 ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന പുതിയൊരാൾക്കാരെ പറ്റിയിട്ടാണ്. Believe that established institution of state and society should be preserved with the changes initiated by the Napoleon. നെപ്പോളിയൻ എന്ന് പറയുന്നത് ഒരു മൊണാർക്ക് ആണെങ്കിൽ പോലും എന്തുണ്ടായിരുന്നു? നെപ്പോളിയൻ കുറച്ച് ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാള് മൊണാർക്ക് ആയിരുന്നെങ്കിൽ പോലും നെപ്പോളിയൻ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ചെയ്തു? കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിതെല്ലാം കൺസേർവ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് മൊണാർക്കായിരുന്നു അല്ലെ. അവർക്ക് മൊണാർക്കിന്റെ ഭരണം വേണമായിരുന്നു, തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പൊ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഇവർക്ക് വേണ്ടാന്നായിരുന്നു. അപ്പം ഈ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഇവർക്ക് മാറ്റേണ്ട ഒരാവശ്യം വന്നു. സോ ഈ കൺസർവേറ്റീവ്സ് ബിലീവ് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഷുഡ് ബി പ്രിസർവ്ഡ് with the changes initiated by the Napoleon. In 1815, representatives of the European powers, Britain, Russia, Prussia and Austria. അപ്പം 1815 നെപ്പോളിയൻ കൊണ്ടുവന്ന സാധനങ്ങൾ നെപ്പോളിയനൊക്കെ എന്ത് ചെയ്യണം? പരാജയപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ പവേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ, ഓസ്ട്രിയ ഇവരൊക്കെ നെപ്പോളിയനെ എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തു. അപ്പൊ നെപ്പോളിയനെ ഇവര് ഡിഫീറ്റ് ചെയ്തു. അപ്പൊ ഇവർക്ക് എന്താ വേണ്ടത്? അവർ കൺസർവേറ്റീവ്സിന് എന്താ വേണ്ടത്? പഴയ മൊണാർക്കിയൽ ഭരണം വേണം അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം 1815 എന്ത് ചെയ്തു? ഇവര് ഈ യൂറോപ്യൻ പവേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ചേർന്നിട്ട് നെപ്പോളിയൻ എന്ത് ചെയ്യാണ്? ഡിഫീറ്റ് ചെയ്യാണ്. എന്നിട്ട് അവര് കൊണ്ടുവരാണ് ട്രീറ്റി ഓഫ് വിയന്ന. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ട്രീറ്റി ഓഫ് വിയന്ന. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ട്രീറ്റി ഓഫ് വിയന്ന. സോ ട്രീറ്റി ഓഫ് വിയന്ന പറയുന്നത് അൺഡൂയിങ് മോസ്റ്റ് ഓഫ് ദ ചേഞ്ചസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അൺഡൂയിങ് ദ ചേഞ്ചസ് ഇനീഷ്യേറ്റഡ് ബൈ നെപ്പോളിയൻ. നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യുക? അൺഡൂ ചെയ്യുക. അതാണ് അവരുടെ ആവശ്യം. അൺഡൂയിങ് ട്രീറ്റി ഓഫ് വിയന്ന പറയുന്നത് എന്താ? അൺഡൂയിങ് മോസ്റ്റ് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് കം അബൌട്ട് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദി നെപ്പോളിയോണിക് വാർ. അപ്പൊ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള നെപ്പോളിയോണിക് വാറിന്റെ സമയത്തുള്ള ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യുക? അൺഡൂ ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ട്രീറ്റി ഓഫ് വിയന്നയില്. പിന്നെ the Bourbon dynasty which had been deposed during the French Revolution was restored to power. അപ്പൊ നെപ്പോളിയൻ പോയി കഴിഞ്ഞതിന് ശേഷം ആര് വേണം? മുമ്പേ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ബോർബൺ ഡിനാസ്റ്റി ആയിരുന്നു. അവരെന്ത് ചെയ്യണം? തിരിച്ച് ഭരണത്തിൽ വരണം. ഓക്കെ, ആൻഡ് വന്നു. The Bourbon dynasty which had been deposed during the French Revolution was restored to power. പിന്നെ a series of states created on the French boundary for preventing French expansion future. അവരെന്ത് ചെയ്തു? എന്നിട്ട് ഫ്രാൻസിന് എന്ത് ചെയ്തു? നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാൻസിന്റെ എക്സ്പാൻഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാൻസിന്റെ എക്സ്പാൻഷൻ അല്ലെ, അവിടെയൊക്കെ വാർ നടത്തിയിട്ട് ആ ഏരിയ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു. ഫ്രാൻസിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഇനി ഫ്രഞ്ച് ഫർദർ ഫ്രാൻസിന്റെ എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രീറ്റി ഓഫ് വിയന്നയിൽ ഇവർ എന്ത് ചെയ്തു? ഫ്രഞ്ചിന് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ജർമ്മൻ കോൺഫെഡറേഷൻ ഓഫ് 39 സ്റ്റേറ്റ്സ് ഇത് അവര് പ്രിസർവ് ചെയ്തു വെച്ചു.
ഓക്കെ, ഇവർ അതൊന്നും ചെയ്തില്ല, ലെഫ്റ്റ് അൺടച്ച്ഡ്. ജർമ്മൻ കോൺഫെഡറേഷൻ ഓഫ് 39 states that had been set up by Napoleon was left untouched. അപ്പം ആ ഒരു 39 സ്റ്റേറ്റിനെ മാത്രം അവര് ഒന്നും ചെയ്തില്ല. ബാക്കി ഫർദർ എക്സ്പാൻഷൻ ഫ്യൂച്ചറിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫ്രഞ്ചിന് ബൗണ്ടറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മെയിൻ ഇന്റൻഷൻസ് വാസ് ടു restore the monarchies that had been overthrown by Napoleon. അപ്പം കൺസർവേറ്റീവ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടോ എന്തായിരുന്നു? അവർക്ക് മൊണാർക്കി തിരിച്ചു കൊണ്ടുവരണമായിരുന്നു അല്ലെ. നെപ്പോളിയൻ വന്നിട്ട് കുറച്ചും കൂടി എന്തായിട്ടുണ്ട്, ആ ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ കൺസർവേറ്റീവ്സിന് എന്താണ്, പഴയ മൊണാർക്ക് എന്ത് വേണം, ഫ്രാൻസില് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സോ their main intentions was to restore the monarchies that had been overthrown by Napoleon. അപ്പം ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. 1815 അല്ലെ, 1815 ട്രീറ്റി ഓഫ് വിയന്ന വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇഷ്ടപ്പെട്ടിരുന്നത് നെപ്പോളിയൻ ഒരു മൊണാർക്ക് ആയിരുന്നെങ്കിൽ പോലും ഇവർക്ക് എന്തായിരുന്നു, നെപ്പോളിയൻ പക്ക ഒരു മൊണാർക്ക് സിസ്റ്റം ആയിരുന്നില്ല കൊണ്ടുവന്നത് അല്ലെ. കുറച്ചും കൂടി എന്തായിരുന്നു, ആൾക്കാരെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു അല്ലെ. കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ കൺസർവേറ്റീവ്സിന് വേണ്ടിയിരുന്നത് എന്തായിരുന്നു, പക്ക മൊണാർക്കായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ബ്രിട്ടന്റെ കുറെ യൂറോപ്പിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ചേർന്നിട്ട് നെപ്പോളിയനെ 1815 ഡിഫീറ്റ് ചെയ്തിട്ട് അവര് ട്രീറ്റി ഓഫ് വിയന്ന കൊണ്ടുവന്നു, അവർക്ക് മൊണാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു മൊണാർക്ക് കൊണ്ടുവരുന്നത് ആർക്ക് ഇഷ്ടപ്പെടില്ല? ബോബൻ ഡൈനാസ്റ്റി തിരിച്ചു വരുന്നു എന്ന് പറയുന്നില്ലേ, അത് ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല? നേരത്തെ ആരുണ്ടായിരുന്നു, ലിബറലിസം വന്നിട്ടുണ്ട് അല്ലെ, മിഡിൽ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലിബറൽസ് അല്ലെങ്കിൽ ഈ മിഡിൽ ക്ലാസ്സിന് ഈ ലിബറലിസം കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാർക്ക് ഈ ഒരു ചേഞ്ച് ഇഷ്ടപ്പെടില്ല. അപ്പം ലിബറൽസിന് ഇത് ഇഷ്ടമല്ല. അപ്പം അവരെന്ത് ചെയ്യും, റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഒരു റെവല്യൂഷണറീസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ നെപ്പോളിയൻ പോയിട്ട് ബോബൻ ഡൈനാസ്റ്റി തിരിച്ചു വരുന്നത് ആർക്ക് ഇഷ്ടമല്ല? ലിബറൽസിന് ഇഷ്ടമല്ല. അപ്പം അതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സോ കമ്മിറ്റ്മെന്റ് ടു ഓപ്പോസ് മൊണാർക്കിയൽ ഫോംസ് ദാറ്റ് ഹാഡ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ വിയന്ന കോൺഗ്രസ് ആൻഡ് ടു ഫൈറ്റ് ഫോർ ലിബർട്ടി ആൻഡ് ഫ്രീഡം ബൈ ഫോമിങ് സീക്രട്ട് സൊസൈറ്റീസ്. അവരെന്താ ഫോം ചെയ്തെന്നറിയോടാ? അതിന് അവർക്ക് ലിബർട്ടിയും ഫ്രീഡം ഒക്കെ വേണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അവര് സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്തു. എന്താണ് സീക്രട്ട് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് രാത്രി സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും, അണ്ടർഗ്രൗണ്ടില് അവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നതിനാണ് നമ്മള് സീക്രട്ട് സൊസൈറ്റീസ് എന്ന് പറയാം. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ റെവല്യൂഷണറീസ് എന്ത് ചെയ്തു, ഈ ട്രീറ്റി ഓഫ് വിയന്ന കോൺഗ്രസിന് ശേഷം വന്നിട്ടുള്ള ചേഞ്ചസ് മാറാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അണ്ടർഗ്രൗണ്ട് ഡിസ്കഷൻസ് ഒക്കെ ചെയ്തു. അവര് എന്ത് ചെയ്തു, സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്ത് ഡിസ്കസ് ചെയ്തു. അതാണ് റെവല്യൂഷണറീസ് ആണ് അത് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ ട്രീറ്റി ഓഫ് വിയന്നയുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. And most of them saw the creation of nation state as a necessary part of struggle for freedom. അപ്പം ഇവരെന്താ ലാസ്റ്റ് അൾട്ടിമേറ്റ് അവർക്ക് എന്താ മനസ്സിലായത്, ഈ ഫ്രീഡവും ലിബർട്ടിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ക്രിയേഷൻ ഓഫ് നാഷൻ സ്റ്റേറ്റ്. അവർക്ക് രാജ്യം അല്ലെ, എന്നാ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിൽക്കണം, ഒരു നാഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറണം, എന്നാലും മാത്രമേ ഇതിനൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഈ ട്രീറ്റി ഓഫ് വിയന്നയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു നാഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറണം എന്നാണ് ഇവർക്ക് മനസ്സിലായത്. അപ്പൊ നാഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് അവർക്ക് ഈ സീക്രട്ട് സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്തപ്പോ അവർക്ക് മനസ്സിലായി. ആൻഡ് നിങ്ങൾ പുതിയ ഒരാളെ കണ്ടോ നിങ്ങള്? ഗസിപ്പി മസീനി. ആരാ? ഇറ്റാലിയൻ ആയിട്ടുള്ള ആളാണ് ഗസിപ്പി മസീനി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൻഡ് ഇദ്ദേഹം ഇറ്റാലിയൻ ആണ്. ബോൺ ഇൻ ജെനിയ in 1807, a member of the secret society of കാർബണാറി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പർ ആയിരുന്നു. ആൻഡ് ഇദ്ദേഹം ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പർ ആയിരുന്നു. എന്നിട്ട് ഇയാൾ ഇദ്ദേഹം എന്ത് ചെയ്തു, 2 സീക്രട്ട് സൊസൈറ്റി
ഫോം ചെയ്യുകയും ചെയ്തു. കാർബണാറി എന്ന് പറയുന്ന സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പറും ആയിരുന്നു. ആൻഡ് ഹി ഓൾസോ ഫൗണ്ടഡ് യങ് ഇറ്റലി ഇൻ മാർസിലീസ് ആൻഡ് യങ് യൂറോപ്പ് ഇൻ ബാർഡ. അങ്ങനെ 2 സീക്രട്ട് സൊസൈറ്റീസ് അദ്ദേഹം ഫോം ചെയ്യുകയും ചെയ്തു. ആൻഡ് ബിലീവ്ഡ് ഇൻ ദി യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ഇൻ ടു എ റിപ്പബ്ലിക്. അപ്പം ഇറ്റലിനെ ഒരു യൂണിഫൈ ചെയ്തൊരു റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളായിരുന്നു ആര്? ഗസീപ്പി മസീനി എന്ന് പറയുന്ന ആള്. ഓക്കെ, ഗസീപ്പി മസീനിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സീക്രട്ട് സൊസൈറ്റീസ് അല്ലെ. കാർബണാരിയും യങ് ഇറ്റലിയും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ആൻഡ് following his model, secret societies were set up in Germany, France, Switzerland. Secret societies were set up in Germany, France, Switzerland and Poland. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ ഗസീപ്പി മസീനിന്റെ മോഡൽ ഫോളോ ചെയ്തിട്ട് വേറെ കുറെ സ്ഥലത്ത് എന്ത് ഫോം ചെയ്യാണ്? സീക്രട്ട് സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്യാണ്. ആൻഡ് മസീനീസ് relentless opposition monarchy and his vision of democratic republic frightened the conservatives. അപ്പം ഇവർ ഈ സീക്രട്ട് സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്ത് പുതിയ കൺസെപ്റ്റിൽ അവർക്ക് നാഷണൽ സ്റ്റേറ്റ് ആക്കിയിട്ട് മാറ്റാനുള്ള ഇവരുടെ മൂവ്മെന്റ് ഒക്കെ ആരെ ഫ്രൈറ്റൻ ചെയ്യാണ്? കൺസർവേറ്റീവ്സ് അല്ലെ. വീണ്ടും മൊണാർക്ക് കൊണ്ടുവന്നിട്ടുള്ള കൺസർവേറ്റീവ്സിന് എന്ത് ചെയ്യാണ്? അതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. മെറ്റർണിച്ച് ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് അവർ സോഷ്യൽ ഓർഡർ. അപ്പം ഇദ്ദേഹത്തിനെ മെറ്റർണിച്ച് വിളിച്ചിട്ടുള്ളത് എന്തായിരുന്നു? മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് അവർ സോഷ്യൽ ഓർഡർ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗസീപ്പി മസീനി അദ്ദേഹത്തിനെ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ഒരു ദൈവദൂതനാണ് ഞാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഗസീപ്പി മസീനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് മെറ്റർണിച്ച് എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് അവർ സോഷ്യൽ ഓർഡർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? സീക്രട്ട് സൊസൈറ്റീസും കൺസർവേറ്റീവ്സും റെവല്യൂഷണറീസ് ഒക്കെ ക്ലിയർ ആയോ? റെവല്യൂഷണറീസ് വരെ ക്ലിയർ ആയോ? ഗസീപ്പി മസീനി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രീറ്റി ഓഫ് വിയന്ന വന്നു 1815 അല്ലെ. ഇനി നമുക്ക് 1830 മുതൽ 1848 വരെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടന്നിട്ടുള്ളത് എന്നാണ് നോക്കാനുള്ളത്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് ഫ്രം 1830 to 1848 അല്ലെ. അപ്പം ആ ഒരു പീരീഡ് ആണ് ഏജ് ഓഫ് റെവല്യൂഷൻസ്. നോക്കൂ നിങ്ങൾ. ഇൻ ജൂലൈ 1830 Bourbon kings of France were overthrown and a constitutional monarchy was established. Okay, 1830 എന്താ സംഭവിച്ചിട്ടുള്ളത്? ബോർബൻ ഡൈനാസ്റ്റി വന്നിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ? ഈ ബോർബൻ കിങ്സ് ഓഫ് ഫ്രാൻസ് വർ ഓവർത്രോൺ ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി തന്നെയാ വന്നിട്ടുള്ളത് അല്ലെ. ബോർബൻ കിങ്സ് പോയിട്ട് മൊണാർക്കി തന്നെയാ വന്നത്. പക്ഷെ എങ്ങനത്തെ മൊണാർക്കിയാ വന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാ വന്നത് അല്ലെ. അപ്പം ഒരു മൊണാർക്കിയാണ്, പക്ഷെ അവർക്ക് എന്തുണ്ടാവും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊണാർക്കി അല്ലെ. അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊണാർക്കി വന്നു. അതിന്റെ ഹെഡ് ആയിരുന്നു ലൂയിസ് ഫിലിപ്പ്. When France sneezes, the rest of Europe catch cold. മെറ്റർണിച്ചിന്റെ ഒരു കോട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ്. When France sneezes, rest of Europe catch cold അല്ലെ. ഫ്രാൻസ് ഒന്ന് തുമ്മിക്കഴിഞ്ഞാല് യൂറോപ്പിന്റെ ബാക്കി ഭാഗത്തൊക്കെ എന്തായിരിക്കും? കോൾഡ് വരും എന്നുള്ള ഒരു കോട്ട് ഓർത്ത് വെക്കണേ നിങ്ങളത്. And by July Revolution, Belgium broke away from the United Kingdom of Netherlands. അപ്പം ജൂലൈ റവല്യൂഷനിലോടുകൂടി 1830 മുതൽ 48 വരെ എന്തൊക്കെ ചേഞ്ചസ് നടന്നു എന്നാ പറയുന്നത്. ജൂലൈ റവല്യൂഷനിലോടുകൂടി ബെൽജിയം broke away from the United Kingdom of Netherlands. Greece, which had been a part of the Ottoman Empire since the 15th century, struggled for independence. അപ്പം ഗ്രീസിന്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിള്. ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് 1832 recognized Greece as an independent nation. അപ്പം ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് 1832 ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീസിനെ ഇൻഡിപെൻഡന്റ് നാഷൻ ആക്കിയത്, റെക്കഗ്നൈസ് ചെയ്തത് ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ 1832. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. നമ്മള് ലിബറൽസിനെ പറ്റി പറഞ്ഞു, റെവല്യൂഷണറീസിനെ പറ്റി പറഞ്ഞു, കൺസർവേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞെത്തിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വന്നത് വരെ പറഞ്ഞു അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ബോർബൻ ഡൈനാസ്റ്റി മാറിയിട്ട് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വന്നു. ലൂയിസ് ഫിലിപ്പ് ആയിരുന്നു അതിന്റെ ഹെഡ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ്
റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഓൾ റെവല്യൂഷണറീസ് വേർ നോട്ട് ലിബറൽസ്. ഞാൻ പറഞ്ഞു ലിബറൽസ് ആണ് അല്ലെ, ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരുന്നു റെവല്യൂഷൻ. അതായത് സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്തിട്ട് അവർ ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തത് അല്ലെ. അങ്ങനെയായിരുന്നു അവര് ഒരു നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ, ഒരു യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാ റെവല്യൂഷണറീസും എന്തായിരുന്നില്ല, ലിബറൽസ് മാത്രമായിരുന്നില്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. ലിബറലിസം പറഞ്ഞിരുന്ന ആൾക്കാർ മിഡിൽ ക്ലാസ് പീപ്പിൾ ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാ ആൾക്കാരും എന്തായിരുന്നില്ല, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നില്ല, ലിബറൽസ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ദർ വെർ ആർട്ടിസ്റ്റ് ഓർ റൊമാൻറ്റിസ്റ്റ്. റൊമാൻറ്റിസ്റ്റും ഉണ്ട്, ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പം അവരൊക്കെ എങ്ങനെയായിരിക്കും പ്രതിഷേധം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എഴുതാൻ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, തൂലിക പടവാളാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. തൂലിക പടവാളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു അനീതിയോ അക്രമമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, എഴുതാൻ കഴിയുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എഴുതാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പോയംസ് ഒക്കെ ഉണ്ടാക്കും, സ്റ്റോറീസ് ഉണ്ടാക്കും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, അവര് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് കൊടുക്കും അല്ലെ, സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കും. ഇപ്പൊ ചിത്രം വരയ്ക്കാൻ, ഇപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഫ്രെഡറിക് സോറിയോന്റെ ഒരു പെയിന്റിങ് കണ്ടില്ലേ. അപ്പം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർ എന്ത് ചെയ്യും, വരച്ചിട്ട് അവരവരുടെ പ്രൊട്ടസ്റ്റ് അറിയിക്കും. നോട്ട് പ്രൊട്ടസ്റ്റ് അറിയിക്കും അല്ലെ. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ റൊമാൻറ്റിസ്റ്റുകളും ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു ഇതിനെതിരെ ഫൈറ്റ് ചെയ്തില്ല ആൾക്കാരില്. And a cultural movement which sought to develop a particular form of nationalist sentiment focused on emotion, intuition and mystical feelings. അപ്പൊ അവര് ടാർഗറ്റ് ചെയ്തിട്ടുള്ള എന്തായിരുന്നു, അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇമോഷൻസില്, ഇൻറ്റ്യൂഷൻ ആൻഡ് മിസ്റ്റിക്കൽ ഫീലിങ്സ്. ഇനി എ ജർമ്മൻ ഫിലോസഫർ ജൊഹാൻ ഗോട്ട്ഫ്രീഡ് ഹെർഡറിനെ പറ്റിയാണ്. ട്രൈ ടു ഡിസ്കവർ കൾച്ചർ among common people through folk songs, folk poetry and folk dances, paintings. അപ്പം ഈ ഹെർഡറിനെ പറ്റി നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം ഫോക്ക് സോങ്സ്, ഫോക്ക് പോയിട്രി, ഫോക്ക് ഡാൻസസ്. ഇങ്ങനത്തെ കാര്യത്തിലൂടെയായിരുന്നു ഹെർഡർ എന്ത് ചെയ്തിരുന്നത്, കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. ഒരു യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം എന്തിലൂടെയാണ്, ഫോക്ക് സോങ്സ്, ഫോക്ക് പോയിട്രി ആൻഡ് ഫോക്ക് ഡാൻസസ്. അപ്പം ഈ റവല്യൂഷണറീസ് എന്ന് പറയുന്നത് ലിബറൽസ് മാത്രമല്ല, അതിനകത്ത് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും ബാക്കി റൊമാൻറ്റിസ്റ്റുകളും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ്, ഹങ്ങർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് റെവല്യൂഷണറീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. ഇതൊക്കെ പറഞ്ഞിട്ടും മോസ്റ്റ് കൺട്രീസ് ദർ വെർ മോർ സീക്കേഴ്സ് ഓഫ് ജോബ്സ് ദാൻ എംപ്ലോയ്മെന്റ്. അപ്പൊ കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്തു, യൂറോപ്പില് എന്തില്ലാണ്ടായി, ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അവർക്ക് തൊഴിലില്ലാത്തൊരു പ്രശ്നം വന്നു അല്ലെ. ജോലിയില്ല, ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയില്ല. ജോലി ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, അവർക്ക് ഇൻകം ഒന്നും ഉണ്ടാവില്ല അല്ലെ, പൈസ ഒന്നും കിട്ടൂല. അപ്പൊ എന്താവും, അവരുടെ ലൈഫ് എന്ത് ചെയ്യും, കഷ്ടത്തിലാവും അല്ലെ. ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സോ population from rural areas migrated to the cities to live in overcrowded slums. അപ്പൊ എന്ത് ചെയ്തു, റൂറൽ ആയിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, റൂറൽ ഏരിയാസ് എന്നുള്ള ആൾക്കാര് എന്ത് ചെയ്തു, അവര് ട്രാവൽ ചെയ്തിട്ട് അർബൻ ഏരിയാസിലും ടൗണിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തു, സ്ലംസ് അല്ലേടാ, സ്ലംസ് എന്ന് പറഞ്ഞാൽ ഈ സ്ലം ആയിട്ടുള്ള ഏരിയാസ് ഇല്ലേ, ആ സ്ലമ്മിലൊക്കെ പോയിട്ട് അവര് പോയി നിന്നു. അപ്പൊ എന്തായി, അവിടെ അവരെന്ത് ചെയ്തു, തൊഴിലന്വേഷിച്ച് പോകുന്നതാണ് അല്ലെ, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ജോബ് സീക്കേഴ്സ് പോകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്തു, ടൗണിൽ എന്തായി, ഓവർ ക്രൗഡഡ് ആയി അല്ലെ, ഭയങ്കര ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടാൻ വേണ്ടി തുടങ്ങി. റൈസ് ഓഫ് ഫുഡ് പ്രൈസസ്, എന്ത് ചെയ്തു, ഓൾറെഡി ഇവിടെ എന്തില്ല, ജോബ് ഇല്ല. പിന്നെ എന്ത് ചെയ്തു, ഫുഡിന്റെ പ്രൈസസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി അല്ലെ, ഫുഡിന്റെ പ്രൈസ് ഒക്കെ കൂടി, ജോലി ഇല്ല, അതൊന്നും വാങ്ങിക്കാൻ പറ്റാണ്ടായി അല്ലെ. ഓർ എ ഇയർ ഓഫ് ബാഡ് ഹാർവസ്റ്റ് ആണെങ്കിലും led to widespread pauperism into an country. അപ്പം അങ്ങനെ ഫുഡൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് പാപ്പറിസത്തിലേക്ക് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് 1848 the population of Paris came out on the roads and Louis Philippe was forced to flee and National Assembly proclaimed a republic. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലൂയിസ് ഫിലിപ്പ്
കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കൊക്കെ സ്ഥാപിച്ചു. പക്ഷേ എന്താ ഹങ്ങറും ഹാർഡ്ഷിപ്പ് ഒക്കെയാണ്. അപ്പം 1848 പാരീസിലെ ആൾക്കാർ എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നിട്ട് ലൂയിസ് ഫിലിപ്പിനെ എന്ത് ചെയ്തു, അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് അവർ എന്ത് ചെയ്തു, പ്രൊക്ലെയിംഡ് എ നാഷണൽ അസംബ്ലി ഉണ്ടായിട്ട് അവര് പ്രൊക്ലെയിംഡ് എ റിപ്പബ്ലിക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു റിവോൾട്ട് ആണ് സിലീഷ്യൻ റിവോൾട്ട്. ഓക്കെ, സിലീഷ്യൻ റിവോൾട്ടും ജോബിന്റെ ഒരു പ്രശ്നമാണ്, അൺഎംപ്ലോയ്മെന്റ് ആണല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. അതുപോലെ തന്നെ ഈ നെയ്ത്തുകാരായിട്ടുള്ള ആൾക്കാര്, അതാണ് വീവേഴ്സ് ഇൻ സിലീഷ്യ, അവര് നടത്തിയ റിവോൾട്ട് ആണ് സിലീഷ്യൻ റിവോൾട്ട് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. So in 1845, weavers in Silesia had led a revolt against contractors who supplied them raw material and gave them orders for finished textiles but drastically reduced their payment. ഇപ്പൊ ഈ വീവേഴ്സ് എന്ത് ചെയ്തു, ഇവരുടെ കോൺട്രാക്ടേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, ഇവരെന്ത് ചെയ്തു, ഇവരുടെ കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്തു, അവരെ കൊണ്ട് പണിയൊക്കെ എടുപ്പിച്ചു, അവരെ കൊണ്ട് വർക്കൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, അവർക്ക് വേണ്ട ഇനഫ് ആയിട്ടുള്ള പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല. അപ്പൊ സമയത്ത് അവർക്ക് എന്തുണ്ടായി, ഈ പണിയെടുക്കുന്ന ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എന്തായി, ബുദ്ധിമുട്ടുണ്ടായി. അവരെന്ത് ചെയ്തു, അവരൊരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. A large crowd of weavers forced their way into the house of contractor, smashed its elegant വിൻഡോ പെയിൻസ്, ഫർണിച്ചർ. അപ്പൊ ഇവര് പോയിട്ട് എന്ത് ചെയ്യാണ്, ഈ തൊഴിലാളികൾ പോയിട്ട് ആ കോൺട്രാക്ടർ വീട്ടിലുള്ള ഫർണിച്ചർ ഒക്കെ എന്ത് ചെയ്യാണ്, ഡിസ്ട്രോയ് ചെയ്യാണ്. Another group broke up into the storehouse and plundered of supplies of cloth which tore to shreds. അപ്പം കുറച്ച് ആൾക്കാര് കോൺട്രാക്ടർ ആ ഒരു സ്റ്റോർ ഹൗസ് ഇല്ലേ, സ്റ്റോർ ഹൗസ് പോയിട്ട് ഈ ക്ലോത്തിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. And the contractor fled with his family to a neighboring village which however refused to shelter such a person. അപ്പം കോൺട്രാക്ടർ ഫാമിലിയും കൊണ്ട് അടുത്തുള്ള ഒരു നിയർ ബൈ വില്ലേജിൽ പോയി. പക്ഷെ അവർക്ക് എന്ത് കൊടുത്തില്ല, അഭയം കൊടുത്തില്ല, ആശ്രയം ഒന്നും കൊടുത്തില്ല. ഇങ്ങനത്തെ ഒരു കോൺട്രാക്ടർക്ക് അവരെന്ത് ചെയ്തില്ല, ഷെൽട്ടർ കൊടുത്തില്ല. And he returned 24 hours later having requisitioned in the army. In the exchange that followed, 11 weavers were shot. അപ്പം അവര് ആർമിയിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആർമിക്കാര് 11 വീവേഴ്സിന് എന്ത് ചെയ്തു, ഷോട്ട് ചെയ്തു. സോ അതാണ് സിലീഷ്യൻ റിവോൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇവര് എന്ത് ചെയ്തു, വീവേഴ്സിന് എന്ത് ചെയ്തില്ല, കോൺട്രാക്ടർ പേയ്മെന്റ് കൊടുത്തില്ല. വീവേഴ്സ് എന്ത് ചെയ്തു, ആ കോൺട്രാക്ടർ ഹൗസും സ്റ്റോർ ഹൗസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തു. കോൺട്രാക്ടർ പോയിട്ട് ആർമിന്റെ ഹെൽപ്പ് ചോദിച്ചു. ആർമി എന്ത് ചെയ്തു, 11 വീവേഴ്സിന് എന്ത് ചെയ്തു, ഷോട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് സിലീഷ്യൻ റിവോൾട്ട്. ക്ലിയർ അല്ലേ? സോ ഇത്രയുമാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ, എന്തൊക്കെയൊക്കെയോ പഠിച്ചു അല്ലെ. കുറെ റിവോൾട്ട്സും റെവല്യൂഷണറീസിനെ പറ്റി പഠിച്ചു, ലിബറൽസിനെ പറ്റി പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു, ബോർബൻ ഡിനാസ്റ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ സിലീഷ്യൻ റിവോൾട്ട് ഒക്കെ പഠിച്ചു അല്ലെ. അപ്പം ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമുക്കത് വേറൊരു സെഷനിൽ പഠിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. നിങ്ങൾക്ക് ഇയർ ഒക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം 1848 എന്തായിരുന്നു, അങ്ങനെ 1789 എന്തായിരുന്നു. അപ്പം ആ ഒരു ഇയർ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷൻ ഒന്നും കൂടി എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ.